ചെന്നൈയിലും ബംഗാളിലും HMP വൈറസ് സ്ഥിരീകരണം. ചെന്നൈയിൽ 2 കുട്ടികൾക്കും ബംഗാളിൽ 1 കുട്ടിക്കുമാണ് വൈറസ് ബാധ. ചെന്നൈയിലെ തേനംപെട്ട്, ഗിണ്ടി എന്നിവിടങ്ങളിലും HMP വൈറസ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം 6 ആയി. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, 6 പേർക്കാണ് ഇതിനകം രോഗം സ്ഥിരീകരിച്ചത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണോ ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത്? സുരേഷ്, തീർച്ചയായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. നിലവിൽ ഇപ്പോൾ 4 ഇടങ്ങളിലാണ് ഈ HMPV ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ ബംഗളൂരുവിലും, പിന്നീട് ഗുജറാത്തിലും, ബംഗാളിലും, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ചെന്നൈയിലും സമാനമായ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വളരെ കൃത്യമായി തന്നെ ആരോഗ്യ വിഭാഗങ്ങളും ബന്ധപ്പെട്ട അധികാരികളും എല്ലാം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഇത്രയും പേർക്ക്, അതായത് ബംഗളൂരുവിൽ 2 പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്ത് ഒരു കുട്ടിയുടെ രോഗം ഇന്ന് തന്നെ ഭേദമാവുകയും ആ കുട്ടിയെ ആശുപത്രി വിടുകയും ചെയ്തിരുന്നു. പ്രധാനമായും എടുത്തു പറയേണ്ടത് കുട്ടികളിലാണ് ഈ രോഗം വന്നിരിക്കുന്നത് എന്നതാണ്. നമുക്കറിയാവുന്നതാണ്, ബംഗളൂരുവിലും അതുപോലെ തന്നെ ഗുജറാത്തിലും റിപ്പോർട്ട് ചെയ്തത് കുട്ടികളിലായിരുന്നു. അതുപോലെ തന്നെ ചെന്നൈയിലും കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുട്ടികളിൽ ഇത് ഒരു പക്ഷേ ഗൗരവമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധ വേണമെന്നും അറിയിച്ചിരുന്നു. ചൈനയിലാണ് ഈ രോഗം പടർന്നു പിടിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ചൈനയിൽ വ്യാപകമായി പടർന്നു പിടിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെങ്കിൽ കൂടി ഇത് സംബന്ധിച്ച കൃത്യമായ വിശദീകരണങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. ചൈനയിലെ തന്നെ വൈറസ് ആണോ ഇപ്പോൾ ഭാരതത്തിലെ വിവിധ ഇടങ്ങളിൽ പടർന്നു പിടിച്ചത് എന്ന് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. ഗുജറാത്തിൽ, പശ്ചിമ ബംഗാളിലും, അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ബംഗളൂരുവിലും സമാനമായ വൈറസ് ബാധ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല കേരളവും തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ കർശനമായ ചുമ, പനി തുടങ്ങിയ രോഗങ്ങളുള്ളവർ മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശമെല്ലാം തന്നെ നൽകിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒട്ടുമില്ല എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. കൊറോണയോളം ഭീകരമായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഈ രോഗത്തിനില്ല എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഐസൻ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.